ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ നാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്, ഒരു 5-6 പീസോളം വരും കേട്ടോ. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ക്യാപ്സിക്കം, ഒരു തക്കാളി, മല്ലിയില, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും ക്യാപ്സിക്കവും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കാം. കുക്കർ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. കൂടെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ പോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാണും കേട്ടോ. ഇനി അതിലേക്ക് പൊടികളായിട്ട് കുരുമുളക്, മുളക്, മഞ്ഞൾ, ചിക്കൻ മസാല എന്നിവയാണ് ചേർക്കുന്നത്. അത് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. നമുക്കിവിടെ എരിവ് വളരെ കുറവാണ് വേണ്ടത്, അതുകൊണ്ട് കുറച്ച് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ജസ്റ്റ് ഒരു സെക്കൻഡ് മതി കേട്ടോ. തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കുറച്ചൊന്ന് ഉടച്ചെടുക്കുക. അതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചത്. ഒന്ന് ഉടച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ പീസസ് ചേർക്കണം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തക്കാളിയും ക്യാപ്സിക്കോല നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ പീസസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ മസാലകളൊക്കെ ചിക്കനിൽ പിടിക്കുന്ന വണ്ണത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി മറിച്ച് അങ്ങനെ കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതേ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുത്താൽ പെട്ടെന്ന് ചിക്കൻ പീസസിലേക്കെല്ലാം പിടിക്കും കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഗ്രേവി ആവശ്യമില്ല. നാസ്തക്കാണ് കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വെള്ളം പോലത്തെ കറിയല്ല, കുറുകിയ ചാറോട് കൂടിയ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിലൊരു 3 വിസിൽ കേട്ടോ. അപ്പോൾ ഇത് കുക്കറൊന്ന് തുറന്ന് നോക്കാം. 3 വിസിലിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തോടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറുകിയ ചാറാണല്ലോ വേണ്ടത്, അതുകൊണ്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് തുറന്ന് വെക്കാം. അപ്പോൾ തുറന്ന് വെക്കണം കേട്ടോ, എന്നാലേ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. ഇനി നമ്മൾ നാസ്തയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒറോട്ടിയാണ് കേട്ടോ. കണ്ണൂർ ഭാഗത്ത് ഒറോട്ടി ഫേമസ് ആണ്. അപ്പോൾ റേഷനിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഒറോട്ടി ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒറോട്ടിയുടെ കൂടെ കോഴിക്കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ.
അപ്പോൾ ആദ്യം നമ്മൾ കറി ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒറോട്ടി അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറുകയും ചെയ്യും. അപ്പോൾ ഒരു ടേസ്റ്റും കിട്ടും. ചൂടോടെ നമ്മൾ കറി കൂട്ടുമ്പോൾ ഒന്നും അങ്ങോട്ട് പിടിക്കാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ കുറച്ചൊന്ന് ആറിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഒറോട്ടി ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. കറി ആദ്യം ഉണ്ടാക്കിയിട്ട് ഒറോട്ടി ചുട്ടെടുക്കുക. അത് ദോശയായാലും എല്ലാം അങ്ങനെയാണ് കേട്ടോ. ചപ്പാത്തി ആയാലും ഫസ്റ്റ് നമ്മൾ കറി ഉണ്ടാക്കി വെക്കും, അതിനുശേഷം ലാസ്റ്റ് എന്താണോ അതുണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഒറോട്ടിയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറിയാണ്. ക്യാപ്സിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുത്താൽ അവർ കഴിച്ചോളൂ. പൊറോട്ടി ആവട്ടെ, ദോശയാവട്ടെ, ചപ്പാത്തി ആവട്ടെ, എല്ലാറ്റിനും പറ്റിയൊരു കറിയാണ് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒറോട്ടിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഒറോട്ടിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ്. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടിയാണ് കേട്ടോ. റേഷനരി ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടിയാണ്. അപ്പോൾ ഒറോട്ടിയും കോഴിക്കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.